സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയ്ക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സർ. ചേട്ടന്റെ വൈഫായിട്ട് കൂടുതൽ മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ട് എല്ലാവരെയും ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം. It's a very proud moment. എനിക്ക് how do you do this? I mean, anyways, I'm not used to. Anyways, so actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറെ കൊല്ലത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് സീനാ ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടില് we did a home film called Angry Maya and Appu was the director and actor and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുന്നു. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today, actually, ee kollam thane is very special to us because ende chetna Dada Saheb Phalke award kitti. Inna Appunde DS Heerende release aanu. Adu endha special nu choicha ipo oru if he is going to act ellam kollam kore cinema verundecha nothing special about it. പക്ഷേ even വന്നിട്ട് 2 കൊല്ലത്തില് ഒരു പടം ചെയ്യും. അപ്പോൾ it's like a new film coming, first film every year he does a film, so it's very special to me. And I take this opportunity to wish the DS Heere team all the best for their big day today. പിന്നെ coming to തുടക്കം, ആക്ച്വലി മായ എന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു, ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നെയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു, അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു ജൂഡ് ഒന്നും ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ. പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണിയത്ത് പറഞ്ഞു, ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പൊ ഞാൻ ആന്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് ചോദ്യം അത്? ആന്റണി, ആശീർവാദ് സിനിമാസ്. അപ്പൊ ആന്റണി ഞാനോ? ഞാൻ പറഞ്ഞു വേറെ ആര്? ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ. താങ്ക് യു ജൂഡ്. And thank you to all the people who are working behind Thudakkam. And Maya, this is for you with your grandparents' blessings, ividella ellariyum blessings, and by the grace of God, I wish you all the very best in your new beginning for your Thudakkam. Thank you. And yes, Ashish na ade evide vilikkinda ennokke parnonde. Ashish, all the very best. I can't say it's your Thudakkam because you were there in Empuran, but still all the very best. You guys will rock. Thank you. God bless. So much, ma'am. Thank you.